എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ സജ്ജനങ്ങളെയും സദാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാരംഭിക്കാം. ഭാഗവത സപ്താഹ വേദിയിലാണെങ്കിൽ 6-ാമത്തെ ദിവസമാണ് ഈ പ്രകരണം. ഭഗവാൻ ദശമസ്കന്ധത്തിൽ പലതരത്തിലുള്ള ലീലകളാടി. അതിൽ അനുഗ്രഹലീലകളുണ്ട്, നിഗ്രഹലീലകളുണ്ട്. രാജസൂയ യാഗവേദിയിൽ വച്ച് സുദർശന ചക്രം കൊണ്ട് ശിശുപാലന് മോക്ഷം കൊടുത്തു, ദന്തഭക്തന് മോക്ഷം കൊടുത്തു, പിന്നീട് വിദൂരഥന് മോക്ഷം കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ നിഗ്രഹലീലകൾ അവസാനിച്ചു. ആയുധം എടുത്തുകൊണ്ടുള്ള ഭഗവാന്റെ ലീലകൾ എല്ലാം അവസാനിച്ചു. ഭഗവാന്റെ അനുഗ്രഹമാണെങ്കിലും നിഗ്രഹമാണെങ്കിലും ഒരു ജീവാത്മാവ് എത്തുന്നത് മോക്ഷപദത്തിലാണ്. എന്താണ് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചിന്തിക്കണം. നമ്മളാകുന്ന മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യമെന്ത് എന്ന് നമ്മൾ അറിയണം. അതറിയണമെങ്കിൽ സപ്തമസ്കന്ധത്തിൽ വർണ്ണാശ്രമധർമ്മങ്ങൾ പറയുമ്പോൾ ശ്രീനാരദ മഹർഷി പറയും. സപ്തമസ്കന്ധത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ ശ്ലോകത്തിൻ്റെ 4-ാമത്തെ വരി, ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഒരു ജീവാത്മാവ് ഒരസ്ത്രമാണെങ്കിൽ അത് ചെന്നെത്തേണ്ടത് പരമാത്മാവിലാണ്. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. ഒരു ഭക്തിഗാനം കേട്ടിട്ടില്ലേ? ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് പറഞ്ഞതുപോലെ ഭാഗവതം പറയണു, നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, അനേക നദികൾ ഒഴുകി ഒഴുകി ആ നദികൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, അതാണ് സമുദ്രം. ഭഗവാനാകുന്ന സമുദ്രത്തിൽ നമ്മൾ ലയിച്ചു ചേരുക, ഭഗവാനാകുന്ന പരമലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുക. നമ്മളാകുന്ന ജീവാത്മാവിൻ്റെ ലക്ഷ്യം ആ പരമാത്മ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കാനായിരിക്കണം. ഭാഗവതത്തിലെ സകല കഥകളും ഈ ഒരൊറ്റ തത്വത്തിന്മേൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് ആചാര്യന്മാർ പറയും, ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും ഓരോ തവണ ഹൃദയം ഇടിക്കുമ്പോഴും ഈ മന്ത്രം ചൊല്ലുക. ഏത് മന്ത്രം? ശരം തു ജീവം പരമേവ ലക്ഷ്യം, ശരം തു ജീവം പരമേവ ലക്ഷ്യം, ശരം തു ജീവം പരമേവ ലക്ഷ്യം. ഭാഗവതത്തിലെ സകല കഥകളും ഈ ഒരൊറ്റ തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മളാകുന്ന ഒരു ജീവാത്മാവിന് എങ്ങനെ പരമാത്മാവുമായിട്ട് ഐക്യം പ്രാപിക്കാം, ഒരു ജീവാത്മാവ് എങ്ങനെ പരമാത്മാവായിട്ട് മാറാം. ഇനി നാളെയൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്ന അതാണ്. ഏറ്റവും അവസാനം പരീക്ഷത്തിനെ കൊണ്ട് പറയിപ്പിക്കും, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഇതറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നിങ്ങളാകുന്ന സജ്ജനങ്ങൾ ഈ ഭാഗവത സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭഗവാന്റെ അനേക നിഗ്രഹ അനുഗ്രഹ ലീലകൾ പറഞ്ഞ് ഒരു നിമിഷം ഒന്ന് നിർത്തി ശ്രീശുക ബ്രഹ്മർഷി. 6 ദിവസം കഴിയാറായി, ഉച്ചയായി. കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവര എന്ന് പാർവതീദേവി മഹാദേവനോട് പറഞ്ഞതുപോലെ പരീക്ഷിത രാജർഷി ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതനോട് പറഞ്ഞു, ഗുരുനാഥ, എനിക്ക് ഭഗവാന്റെ കഥകൾ കേട്ട് മതിയായില്ല, 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 മതിയായില്ല. ഇനിയും പറയൂ, ഇനിയും പറയൂ. ശ്രീശുക ബ്രഹ്മർഷി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു.
ഭഗവാന്റെ ഒരുപാട് ഗംഭീരമായിട്ടുള്ള ലീലകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനി ഞാൻ എന്താ പറഞ്ഞു കേൾപ്പിക്കേണ്ടത്? നമ്മളാണെങ്കിൽ പറയും എൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞുട്ടോ എന്ന്. പക്ഷേ ഉത്തമനായ ശ്രോതാവ് പരീക്ഷത്തിന്, ഉത്തമനായ വക്താവ് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങണു. ഇനി എന്ത് കഥയാണ് പറയേണ്ടത്? ഒരു നിമിഷം ചിന്തിച്ചു. ഭഗവാന്റെ കഥകളാകുന്ന ആ സമുദ്രത്തിൽ, ഭാഗവതാർണവത്തിൽ ആണ്ടുമുങ്ങി ശ്രീശുക ബ്രഹ്മർഷി. എന്നിട്ട് അതിശ്രേഷ്ഠമായ ഒരു രത്നവുമായിട്ടാണ് പൊങ്ങി വന്നത്. സമുദ്രത്തിൻ്റെ പര്യായം രത്നാകരം എന്നാണ്. രത്നങ്ങളുടെ ഇരിപ്പിടം. അനേക രത്നങ്ങൾ സമുദ്രത്തിലുണ്ടത്രേ. ഭാഗവതമാകുന്ന സമുദ്രത്തിൽ നിന്ന് മുങ്ങിയിട്ട് അതിശ്രേഷ്ഠമായ ഒരു രത്നവുമായിട്ടാണ് ശ്രീശുക ബ്രഹ്മർഷി പൊങ്ങി വന്നത്. അതാണ് 2 അധ്യായങ്ങളിലായിട്ട് ഭഗവാന്റെ സതീർത്ഥ്യനായ സഖാവായ കുചേലൻ്റെ കഥ, ശ്രീദാമാവിൻ്റെ കഥ, സുദാമാവിൻ്റെ കഥ. ആ കഥ തുടങ്ങുന്നതിന് മുമ്പ് ശ്രീശുക ബ്രഹ്മർഷി ചെറുതായിട്ട് ഒന്ന് ഓർമ്മിപ്പിച്ചു. പരീക്ഷിത്ത് എന്ന രാജർഷിയുടെ മുഖത്ത് നിന്ന് ഒഴുകുന്ന വാക്കുകളുടെ രൂപത്തിൽ വേദവ്യാസ മഹർഷി നമ്മളെ ഒന്ന് ഉപദേശിച്ചു. എന്താണ് ഈ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം എന്ന്. സവാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ എന്ന് പറഞ്ഞു തുടങ്ങണു. ഒരു മനുഷ്യൻ്റെ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കേണ്ടത് ഭഗവാന്റെ കഥകൾ ആസ്വദിക്കാനായിരിക്കണം. നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ എന്ന് നാരായണീയത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കണം. ഭഗവാന്റെ രൂപത്തിനെ ദർശിക്കുന്ന കണ്ണുകളാണ് യഥാർത്ഥ കണ്ണുകൾ എന്ന് പറയാം. ഇത് നമുക്ക് കാണാം. ദ്വിതീയ സ്കന്ധത്തിൻ്റെ പ്രാരംഭത്തിൽ ശൗനകാദി മഹർഷിമാര് സൂതനോട് പറയും, ബരിഹായിതേ നയനേ നരാണാം. ഭഗവാനെ കാണാനായിട്ട് ഈ കണ്ണുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് മയിൽപീലിയുടെ കണ്ണുകൾ പോലെയാണെന്നാ. നല്ല ഭംഗിയല്ലേ മയിൽപീലി കാണാൻ, പക്ഷേ അത് നിർജീവങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തിനാ കണ്ണ് തന്നത്? പണ്ടൊരു ഭക്തിഗാനം പോലെ, കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ? ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ ദർശിക്കുന്നതൊക്കെയും ഈശ്വരസ്വരൂപമായിരിക്കണം. ബ്രഹ്മമോഹനം കേട്ടതല്ലേ? ദശമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 4 തലയുള്ളൊരു വിദ്വാന് തോന്നി ഈ ഗോപാലചക്കൻ ആരാണോ എന്ന്. ഒടുക്കം 8 കണ്ണുകൾ കൊണ്ട് സത്യലോകത്ത് നിന്ന് താഴെ നോക്കിയപ്പോൾ ബ്രഹ്മാവ് കണ്ടതെന്താ? വിദൃശന്തഘനശ്യാമ പീതകൗശേയ വാസസ ശ്രീവത്സംഗദോരത്ന കമ്പുകങ്കണപാണയ. ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി കോടിക്കണക്കിന് ശ്രീകൃഷ്ണന്മാര് ഭൂമിയിൽ വിലസണു. ഓരോ മണൽത്തരിയും ഭഗവത് സ്വരൂപമായിട്ട് കാണാൻ പറ്റി. ഇത് നമുക്ക് കാണാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ എത്ര മനോഹരമായ രൂപങ്ങൾ ഇവിടെ വരച്ചു വച്ചിരിക്കണു, നിരത്തി വച്ചിരിക്കണു. എന്തിനു വേണ്ടിയിട്ടാണത്? പൈസയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. സംഘാടകർക്കോ ആചാര്യനോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ചേക്കണതല്ല. അതിൻ്റെ പുറകിലുള്ള തത്വം എന്താ? ദശമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ബ്രഹ്മാവ് കണ്ടതുപോലെ നമുക്ക് എവിടെ നോക്കിയാലും ഭഗവാനെ കാണാൻ പറ്റണം. നളകൂപുരമണിഗിരിവന്മാർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 10-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 38-ാമത്തെ ശ്ലോകം. എന്തിനാ ഈ ശരീരം തന്നത്? വാണി ഗുണാനുകഥനെ. നാവ് തന്നിരിക്കണത് ഭഗവാന്റെ കഥകൾ പാടാനാ. ഇവിടെ നേരത്തെ ആചാര്യൻ പറയണ്ടായി, ആൾക്കാർ ഇവിടെ വന്നിരിക്കണം, വന്നിരിക്കുമ്പം മിണ്ടാതിരിക്കണം, ജപിക്കുകയാണെങ്കിൽ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ജപിക്കണം. ഈ നാവ് കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറയണു?
പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഇതേ നിമിഷം വരെ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, ഒരേ ഒരു സെക്കൻഡ് ചിന്തിക്കുക. രാവിലെ എണീറ്റിട്ട് ഇത്രയും നേരം നാവ് കൊണ്ട് നമ്മൾ പറഞ്ഞത് ഭഗവാന്റെ കഥകളാണോ അല്ലാത്തതാണോ? നമ്മൾ സ്വയം മാർക്കിട്ടാൽ മതി. ഇപ്പോൾ ഈ പുണ്യഭൂമിയിൽ ഇരിക്കുന്ന സജ്ജനങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സർവ്വ ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ ഉപാസിക്കുന്നത്. ഈ മഹാസത്രം കഴിഞ്ഞാലും ഇത് തന്നെ വേണം നമുക്ക്. അപ്പൊ നാവ് തന്നിരിക്കുന്നത് എന്തിനാ? ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ജപിക്കാനാ. വാണി ഗുണാനുകഥനെ. ശൗനകാദി മഹർഷിമാർ സൂതനോട് ദ്വിതീയ സ്കന്ധത്തിന്റെ തുടക്കം പറഞ്ഞു, ജിഹ്വാസതി ദാർദുരികേ വസൂത. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, ഭഗവാന്റെ കഥകളിൽ നിന്ന് അന്യമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ പറയുന്നതെങ്കിൽ, തവളയുടെ നാവ് പോലെയാണ് നമ്മുടെ നാവ് എന്ന്. ക്രോം ക്രോം എന്ന് അപശബ്ദം ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവനവൻ്റെ നാവ് അവനവന് തന്നെ ഹാനികരമായിട്ട് തീരും, ആപൽക്കരമായി തീരും. അതുകൊണ്ട് ഈ നാവ് തന്നിരിക്കുന്നത് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെ സ്തുതിക്കാനായിട്ടാണ്. സവാഗ്യയാ തസ്യ ഗുണൻ ഗൃണീതേ. ആ നാവിനെയാണ് നാവ് എന്ന് പറയാൻ പറ്റുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഇത്ര ആൾക്കാരുണ്ടായിട്ട് എത്ര പേര് പറഞ്ഞു ഗോവിന്ദ ഗോവിന്ദ എന്ന്? അപ്പൊ തീർച്ചയായില്ലേ നാവിന്റെ ഗുണം എത്ര പേർക്ക് കിട്ടിയെന്ന്? ആ ഭഗവാന്റെ ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം എന്നാ പൂന്താനം പാടിയത്. അപ്പൊ യാതൊരു ലജ്ജ കൂടാതെ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ജപിക്കാൻ നമുക്ക് സാധിക്കണം. ആ നാവിനെയാണ് നാവ് എന്ന് പറയുക. ലോകത്തിൽ മറ്റേതെങ്കിലും ഒരു ജീവിക്ക് പറ്റുമോ നാവ് കൊണ്ട് പാട്ടുപാടാൻ? ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പാടാൻ നമ്മളാകുന്ന മനുഷ്യർക്കല്ലാണ്ട് വേറെ ആർക്കെങ്കിലും പറ്റുമോ? കുയില് പാട്ട് പാടുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും കുയിൽ ഇത് പാടുന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു തത്ത പാടുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിച്ചതല്ലേ ആ നാവ് തന്നത്. അപ്പം ആ നാവ് കൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പാടാൻ നമ്മൾ ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല. അതുകൊണ്ട് നളഗോപുരമണിഗിരിവന്മാർ പറഞ്ഞു, വാണി ഗുണാനുകഥനെ ശ്രവണൗ കഥായാം. കേൾക്കുന്നതൊക്കെ അവിടുത്തെ കീർത്തനങ്ങളായിരിക്കണേ. ഹസ്തൗ ച കർമ്മസു, കൈകൾ കൊണ്ട് ചെയ്യുന്നത് അവിടുത്തെ സേവനങ്ങളായിരിക്കണം. മനസ്തവ പാദയോർന്ന സ്മൃത്യാം, അങ്ങയുടെ പാദങ്ങളെ നിത്യം സ്മരിക്കാൻ സാധിക്കണം. ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ, അങ്ങയുടെ മുമ്പിൽ ശിരസ് കുനിച്ച് നമസ്കരിക്കാൻ പറ്റണം. ദൃഷ്ടി സതാം ദർശനസ്തു ഭവത്തനൂനാം, കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് കാണണം. കാണുന്നതെല്ലാം നീയാകേണം. ശിർക്കാഴി ഗോവിന്ദരാജൻ പാടിയില്ലേ? നമുക്ക് എന്തുകൊണ്ട് പാടാൻ പറ്റണില്ല? നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റണില്ല? നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റണില്ല? അപ്പൊ ബ്രഹ്മാവ് കണ്ടതുപോലെ ആ ഭഗവത് സ്വരൂപത്തിനെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റണം. അപ്പൊ ഇവിടെ പരീക്ഷിത്ത് എന്ന രാജർഷി ശ്രീശുക ബ്രഹ്മർഷിയോട് പറഞ്ഞു, ഗുരുനാഥ, ഭഗവാനെ കാണാൻ, ഭഗവാന്റെ കഥകൾ പാടാൻ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഈ ശരീരം ഉപയോഗിക്കുന്നവനാണ് ഉത്തമനായിട്ടുള്ള മനുഷ്യൻ. അപ്പൊ ഈ ശരീരം തന്നെ തന്നിരിക്കുന്നത് ഭഗവാന്റെ കഥകളെ നിരന്തരം ആസ്വദിക്കാനാ. സകല ഇന്ദ്രിയങ്ങൾ കൊണ്ടും ഭഗവാനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശരീരം എന്നെനിക്ക് മനസ്സിലായി. 6ാമത്തെ ദിവസം പകുതിയായി, 1.5 ദിവസം കൂടി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ കഥകൾ കേട്ടിട്ട് എനിക്ക് മതിയായില്ല. ഇനിയും പറയൂ, ഇനിയും പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഭാഗവത ആർണവത്തിൽ മുങ്ങി അതിശ്രേഷ്ഠമായ ഒരു രത്നക്കല്ലുമായിട്ട് പൊങ്ങി വന്നത്. അതാണ് 2 അധ്യായങ്ങളിലായിട്ട് കൃഷ്ണസ്യാസിൽ സഖാ കശ്ചിൽ ബ്രഹ്മണോ ബ്രഹ്മവിത്തമ എന്ന് പറഞ്ഞു തുടങ്ങണു.
ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഖാവായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. പേര് പറയണില്ല ഭാഗവതത്തിൽ. കുചേലനെന്നോ ശ്രീദാമാവെന്നോ സുദാമാവെന്നോ നമുക്ക് എന്ത് പേര് വിട്ട് വേണമെങ്കിൽ വിളിക്കാം. സുദാംനോ ബ്രാഹ്മണസ്യ എന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സുദാമാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുചേലനാമോ ഭവതസ്സതീർത്ഥ്യതാം എന്ന് പട്ടേരിപ്പാട് നാരായണീയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതത്തിൽ പറയണില്ല. എന്താണ് ആ ബ്രാഹ്മണന്റെ പേര്? എന്താണ് ആ ബ്രാഹ്മണ പത്നിയുടെ പേര്? എത്ര മക്കളുണ്ടായിരുന്നു? ഇതൊന്നുമല്ല പ്രശ്നം. ഇതൊന്നുമല്ല അതിലെ കാമ്പ്. ആ അധ്യായത്തിൻ്റെ അവസാനം ശ്രീരാമചരിതേ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ശ്രീദാമാവെന്ന് വിളിക്കാം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ സുദാമാവെന്ന് പറയുമ്പോൾ സുദാമാവെന്ന് വിളിക്കാം. കുൽസിതമായ ചൈലം ധരിച്ചിരിക്കുന്നത് കുചൈലം, മലിനം എന്ന് ഭാഗവതം പറയണു. മുഷിഞ്ഞ നാറി കീറിയ വസ്ത്രം ധരിച്ചവൻ എന്നേ അർത്ഥമുള്ളൂ. ആൾക്കാർ തമ്മിൽ തർക്കമുണ്ടാവാറുണ്ട്. എന്താണ് കുചേലൻ്റെ പേര്? എന്താണ് പത്നിയുടെ പേര്? എന്താണ് മക്കളുടെ പേര്? എത്ര മക്കളുണ്ടായിരുന്നു? ഇതൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് വിടുകയാണ് വേദവ്യാസ മഹർഷി. ഇതൊന്നുമല്ല അതിലെ കാര്യം. ആ ബ്രാഹ്മണന്റെ പ്രത്യേകതയാണ്. കൃഷസ്യാസിൽ സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ബ്രഹ്മത്തിനെ അറിഞ്ഞിരിക്കുന്ന ബ്രഹ്മാനന്ദ പരിപ്ലുതനായിക്കൊണ്ട് നാരായണീയത്തിൽ ഒന്നാമത്തെ വാക്ക് സാന്ദ്രാനന്ദാവബോധം ലഭിച്ച ഒരു മഹാബ്രാഹ്മണനുണ്ടായിരുന്നു ഭഗവാന്റെ സഖാവായിട്ട്. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. ഈ പ്രാപഞ്ചിക വിഷയങ്ങൾ മുഴുവൻ മിഥ്യയാണ്, അതിൽ സത്യമൊന്നുമില്ല. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു ബ്രാഹ്മണൻ. പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ഒരു ഭക്തന് വേണ്ടതായ ലക്ഷണങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ജിതേന്ദ്രിയനായിരിക്കണം ഒരു ഭക്തൻ. കാരണം ബാഹ്യമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഷയങ്ങളെല്ലാം അസത്തുക്കളാണ് എന്ന് മനസ്സിലാക്കണം ഒരു ഭക്തൻ. ഇതാണ് ദേവഹൂതി ദേവിയോട് ഭഗവാൻ പറഞ്ഞത്. അസത് ഇന്ദ്രിയ ദരിഷണാൽ എന്ന് ദേവഹൂതി ദേവി പറഞ്ഞപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന സംവേദനങ്ങളെ നിരാകരിക്കൂ അമ്മേ. ഉദ്ധവനോടും ഭഗവാൻ ഇതാ പറയാൻ പോണത്. മാ ഭുങ്ഷ്വ വിഷയാൻ അസതിന്ദ്രിയൈ. അസത്തുക്കളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഷയങ്ങളെ മാ ഭുങ്ഷ്വ, ഉദ്ധവ ഒരിക്കലും സ്വീകരിക്കരുത്, അതിനെ ആസ്വദിക്കരുത്. അങ്ങനെ പ്രാപഞ്ചികമായ വിഷയങ്ങളെല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കിയ ആ ബ്രാഹ്മണൻ യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. എന്താണോ കിട്ടണത് അതുകൊണ്ട് സന്തോഷിക്കണു. യദൃച്ഛയാ, തൻ്റെ പ്രാരബ്ധമനുസരിച്ച്, തൻ്റെ കർമ്മമനുസരിച്ച്, തൻ്റെ യോഗ്യതയനുസരിച്ച് എന്ത് ഭഗവാൻ തനിക്ക് നൽകുന്നുവോ അതിൽ സന്തോഷിക്കണു. യദൃച്ഛയോപപന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം. വാമനമൂർത്തി മഹാബലിയോട് പറഞ്ഞു, ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാൻ. യഥർച്ഛാലാപതുഷ്ടസ്യ തേജോ വിപ്രസ്യ വർദ്ധതേ. വാമനമൂർത്തി പറഞ്ഞു, ഒരു ബ്രാഹ്മണന്റെ തേജസ് വർദ്ധിക്കുന്നത് ഉള്ളതുകൊണ്ട് സന്തോഷിക്കുമ്പോഴാണ്. കുചേലൻ ദരിദ്രനാണ് 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 എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ സമ്മതിക്കില്ല. ഉദ്ധവൻ ഇനി ചോദിക്കും ഭഗവാനോട്, കോ ദരിദ്ര, ആരാ ഭഗവാനെ ദരിദ്രൻ? ഭഗവാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, ദരിദ്രോ യസ്തു അസന്തുഷ്ട. എന്ത് കിട്ടിയാലും പോരാ 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 എന്ന് വിചാരിക്കുന്നവൻ. ന്യൂ ഇയർ ബമ്പർ 25 കോടി കിട്ടിയാലും ഇതേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവനെയാണ് ദരിദ്രൻ എന്ന് പറയുക. ഭൗതികമായിട്ട് നമ്മുടെ ദൃഷ്ടിയിൽ സുദാമാവ് അഥവാ ശ്രീദാമാവ് അഥവാ കുചേലൻ ദരിദ്രനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ്
ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിരുന്നു. അപ്പൊ എന്താണോ തൻ്റെ കർമ്മഫലം, തൻ്റെ അർഹതയുള്ളത്, അതെല്ലാം ഭഗവാൻ തന്നോളും. അതുകൊണ്ട് സന്തോഷിച്ചിരിക്കണു. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. ആ വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഭാഗവതത്തിൽ ഓരോ വാക്കിനും 10,000 പവനേക്കാൾ വിലയാ. ഗൃഹാശ്രമി എന്നാ പറഞ്ഞത്. നമ്മുടെ 3 റേഞ്ചുകളാ കാണിക്കണേ. ഗജേന്ദ്രമോക്ഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഗ്രേഡ് കാണിക്കും. എന്താ? ഗൃഹി. ആരാ ഗൃഹി? എൻ്റെ 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 എൻ്റെ. ഈ എൻ്റെ എന്ന പ്രിഫിക്സ് ചേർത്ത് എന്തും പറയുന്നവനെ ആ ഗൃഹി എന്ന് പറയുക. ലോകത്തിൽ എന്തെങ്കിലും നമ്മുടേതായിട്ടുണ്ടോ? ഇനിയുള്ള ദിവസങ്ങളിൽ ഏകാദശസ്കന്ധത്തിൽ ആചാര്യൻ നമുക്ക് പറഞ്ഞു തരും. ലോകത്തിൽ ഒരു സാധനവും ഇല്ല നമ്മുടെ. ഇത് മനസ്സിലാക്കാതെ ധാര ഇമേമേ, തനയാ ഇമേമേ, ഗൃഹ ഇമേമേ, പശവശ്ചമേമേ, മേ 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 എന്ന ആടിൻ്റെ പോലെയാണ് നമ്മുടെ ജീവൻ എന്നാണ് ഭാഗവതം പറയുക. എല്ലാം എൻ്റെ എൻ്റെ. എന്തെങ്കിലും നമ്മുടെ ഉണ്ടോ? ഒരു സാധനവും ഇല്ല. അങ്ങനെ എൻ്റെ 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 എന്ന ഫെവിക്കോളും കൊണ്ട് നടക്കുന്നവൻ ഗൃഹി. അത് പോസിറ്റീവ്. ഇനി 2-ാമത്തെ ഉണ്ട് കമ്പാരറ്റീവ്. 2-ാമത്തെ ഗ്രേഡ് എന്താ? ഗൃഹസ്ഥൻ. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നൈമിഷികങ്ങളാണെന്നറിയാം, പക്ഷേ ഇതിൽ നിന്ന് വിടാൻ പറ്റണില്ല. നമുക്ക് ഭാഗവതവും വേണം, നമ്മുടെ ഗൃഹവും വേണം. ഇതൊക്കെ നശിക്കണതാണെന്നറിയാം. എന്നാൽ വീടിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുമോ? സമ്പത്ത് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതൊക്കെ ദുഃഖോദർക്കങ്ങളാണെന്നറിയാം. എന്നാൽ എനിക്ക് ഇനിയും കുറച്ചും കൂടി മുൻപോട്ട് പോവാനുണ്ട് എന്ന് ചിന്തിക്കുന്നവൻ ഗൃഹസ്ഥൻ. ഇനി 3-ാമത്തെ ആളുണ്ട് ഗൃഹസ്ഥാശ്രമി. എന്താ? ഇതിലൊന്നും ഒരു കാര്യമില്ല. ഭാര്യയെന്നോ മക്കളെന്നോ സമ്പത്തെന്നോ ഗൃഹമെന്നോ വസ്ത്രമെന്നോ ആഭരണം എന്നൊക്കെ പറയണത് ഭഗവാൻ തരണത്. ഏത് നിമിഷം വേണമെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെടാം. അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഈ പ്രാപഞ്ചിക വിഷയങ്ങൾക്ക് സത്യത്വം ഇല്ല, അസ്തിത്വമില്ല എന്നറിയുന്നവൻ ഗൃഹസ്ഥാശ്രമി. ഇതൊക്കെ ഭഗവാൻ തരണത്. നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം 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 കിട്ടണോ അതെല്ലാം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കാണാൻ പോണു. 89-ാമത്തെ അധ്യായത്തിൽ സന്താന ഗോപാലത്തിൽ പറയും, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം 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 കിട്ടണോ അത് മുഴുവൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടണതാ. ഒന്നും നമ്മുടെ കേമത്തല്ല. ഇത് മനസ്സിലാക്കുന്നവൻ ഗൃഹസ്ഥാശ്രമി. ഭഗവാൻ തരുണു, ഭഗവാൻ തിരിച്ചു കൊടുക്കണു. ഈ ഒരു തിരിച്ചറിവാണ് മഹാബലിക്ക് ഇല്ലാതെ പോയത്. സുദാമാവ് അഥവാ കുചേലന് ഉണ്ടായതും അതാണ്. ഇങ്ങനെ നിത്യമായ ദാരിദ്ര്യത്തിൽ മുഴുകിയിരിക്കണു. അദ്ദേഹത്തിന് പ്രാപഞ്ചിക വിഷയങ്ങൾ ഷഡൂർമികളൊന്നും ബാധകല്ല. ജരയോ നരയോ വിശപ്പോ ദാഹമോ തുടങ്ങിയിട്ടുള്ള ഈ ഷഡൂർമികളൊന്നും അദ്ദേഹത്തിന് ബാധകല്ല. ഭഗവാനെ സദാ ജപിച്ചുകൊണ്ടിരിക്കണം. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും എന്ന രീതിയിൽ വിശപ്പ് പോലും അറിയാതിരിക്കുന്ന ആളാ. അപ്പൊ ഭഗവത് സ്മൃതിയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ലോകത്ത് നടക്കുന്നതൊന്നും അറിയണില്ല. സംസാരധർമ്മൈ അവിമുഹ്യമാന ഏകാദശ സ്കന്ധത്തിൽ ഇനി നമുക്ക് കാണാം. വിശപ്പ് പോലും അദ്ദേഹത്തിന് ബാധകല്ല. അപ്പൊ യഥാർത്ഥ ഭക്തന് ആ ഭക്തിയിൽ മുഴുകിക്കഴിഞ്ഞാൽ സമയം കടന്നു പോണത് പോലും അറിയില്ല. അങ്ങനെ ഭഗവത് സ്മൃതിയിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പോലെ തന്നെയായിരുന്നു പതിവ്രതയായിരിക്കുന്ന പത്നിയും. പക്ഷേ ഭഗവാനെ ഉപാസിക്കണമെങ്കിൽ ഈ ശരീരം നിലനിൽക്കണ്ടേ?
ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഭഗവാനെ സ്മരിക്കണമെങ്കിലും പൂജിക്കണമെങ്കിലും ഉപാസിക്കണമെങ്കിലും ഈ ശരീരമെന്ന ഉപകരണം നിലനിൽക്കണം. ആ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പ്രാണാഹൂതി വേണം, ആഹാരം വേണം. ഭഗവാനെ ഉപാസിക്കലാണ് ഒരു മനുഷ്യൻ്റെ പരമധർമ്മം എന്നറിയാമെങ്കിലും ആ ഉപാസനയ്ക്ക് ഈ ശരീരം നിലനിന്നാലേ മതിയാവുള്ളൂ. ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ ആഹാരം വേണം. അപ്പോഴാണ് സാധുവായിരിക്കുന്ന ആ ബ്രാഹ്മണ പത്നി ആ ബ്രാഹ്മണനോട്, സുദാമാവിനോട് അഥവാ ശ്രീദാമാവിനോട് പറഞ്ഞത്, ഇല്ലങ്ങളിൽ ചെന്നു നടന്നിരുന്നാൽ ഇല്ലെന്നു ചൊല്ലുന്ന ജനങ്ങളേറും എന്ന. ഗൃഹത്തിലൊന്നുമില്ല. അപ്പം ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ പിച്ചയെടുത്തിട്ട് ഭിക്ഷയെടുത്തിട്ട് എവിടുന്നെങ്കിലും ആഹാരം സ്വീകരിക്കണം. പക്ഷേ നിത്യമായിട്ട് ഭിക്ഷ എടുക്കാൻ വന്നപ്പോൾ ആ നാട്ടുകാരെല്ലാം വാതിൽ കൊട്ടിയടയ്ക്കാൻ തുടങ്ങി, ഇവരുടെ മുഖം കാണുമ്പോൾ തന്നെ. നമ്മളും അങ്ങനെയല്ലേ? ഒരു ഭിക്ഷക്കാരൻ ഗേറ്റിൻ്റെ അടുത്ത് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നാൽ എങ്ങനെയാ? 3 മാസം മുമ്പല്ലേ 50 പൈസ തന്നേന്ന് ചോദിക്കും നമ്മൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എല്ലാവരും വാതിൽ കൊട്ടിയടയ്ക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് നിന്ന് ഒന്നും കിട്ടാനില്ല. ശരീരത്തിനെ നിലനിർത്തണമെങ്കിൽ ആഹാരം വേണ്ടേ? ഒടുവിൽ സുദാമാവിനോട് ആ പത്നി പറഞ്ഞു, ആ ദ്വാരകാപതിയായിരിക്കുന്ന ശ്രീയഃപദർ യജ്ഞപദർ ധരാപതിയായിരിക്കുന്ന ത്രിലോകപതിയായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഐശ്വര്യങ്ങളോടെ ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായിട്ട് ദ്വാരകയിൽ പ്രകാശിക്കണു. അദ്ദേഹത്തിനെ ഒന്ന് ചെന്ന് കണ്ടൂടെ? നമുക്ക് വേണ്ടതായിട്ടുള്ള എന്ത് വേണമെങ്കിലും തരാൻ സാധിക്കുന്നതാണ്. ഭക്തപ്രിയോ യദസി കൽപ്പതരു സ്വഭാവ എന്ന് പ്രഹ്ലാദൻ പറയണു. കൽപ്പവൃക്ഷം പോലെയാ, ചോദിച്ചത് എന്തും കൊടുക്കുന്ന ആളാ. അപേക്ഷയുള്ളൊരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കുമീശൻ, മനക്കുരുന്നിൽ കഴിവുള്ള കണ്ണൻ നിനക്കു പണ്ടേ സഖിയെന്നു കേൾപ്പൂ. നിങ്ങൾ കൂട്ടുകാരല്ലേ, സതീർത്ഥ്യന്മാരല്ലേ, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഒരുമിച്ച് പഠിച്ചവരല്ലേ? ഒന്നുപോയി കണ്ടൂടെ ഭഗവാനെ? ഭഗവാനെ കാണണമെന്ന് മോഹമില്ലേ അങ്ങേക്ക്? ആരോടാ ചോദിക്കണേ? സദാസമയത്തും ഭഗവത് സ്മൃതിയിൽ മുഴുകിയിരിക്കുന്ന സുദാമാവ് എന്ന ശ്രേഷ്ഠ ബ്രാഹ്മണനോട് ചോദിക്കണു, ഭഗവാനെ ഒന്ന് ചെന്ന് കണ്ടൂടെ എന്ന്. ഭഗവാനെ കാണണം എന്ന് മോഹമുണ്ട്. രാമപുരത്തുകാരന് പാടിയതുപോലെ, നാളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ. സാധിച്ചില്ല പോവാൻ. എന്താ കാരണം? എല്ലാവർക്കും ഉണ്ട് ഈ പ്രാരബ്ധം എന്നൊരു സാധനം. ആ പ്രാരബ്ധം എപ്പോഴാണോ ഒഴിയുന്നത് അപ്പോഴേ ഭഗവാന്റെ മുമ്പിൽ എത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതൊക്കെ വന്നുകൂടും. എന്നാൽ ആ പ്രാരബ്ധ കർമ്മം ഭഗവാൻ മാറ്റി തന്നാലോ നമുക്ക് ഭഗവാന്റെ അടുത്ത് അനായാസമായിട്ട് എത്താൻ സാധിക്കും. നമ്മൾ പറയും, വിചാരിക്കാണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ ഫോൺ കോള് വന്നത്, വൃന്ദാവനത്തിലേക്ക് വരുന്നുണ്ടോന്ന്. അപ്പം തന്നെ ഞാൻ പുറപ്പെട്ടു എന്ന് പറയും. ചില ആൾക്കാരുണ്ട് വൃന്ദാവനത്തിലേക്കോ ബദരിക്കോ ഒക്കെ പോവാനായിട്ട് മോഹിച്ചിരിക്കുന്നവർ. കാശ് കയ്യിലുണ്ട്, പൂർണ്ണ ആരോഗ്യവാന്മാരാണ്, എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് ആ പ്രാരബ്ധ കർമ്മം എന്നുള്ളതിനെ ഭഗവാൻ മാറ്റിത്തരണം. ഭഗവത് അനുഗ്രഹം ഉണ്ടെങ്കിലേ ആ ഭഗവാന്റെ മുമ്പിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മളാകുന്ന സജ്ജനങ്ങളെ പോലെ ഇത്ര ഭാഗ്യം ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? ഈ മുടക്കുഴ ദേശത്തുള്ള നിങ്ങളെപ്പോലെ സജ്ജനങ്ങളെ പോലെ ഭാഗ്യം ചെയ്ത ആരുമില്ല. ഈ കഴിഞ്ഞ 7 ദിവസമായിട്ട് പിബത ഭാഗവതം രസമാലയം മുഹുരഹോ 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 നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുക. എത്രയോ പേര് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ മോഹിച്ചിരിക്കണു. ആ സമയത്താണ് അനേകം ആചാര്യന്മാരുടെ മുഖത്ത് നിന്ന് ഭഗവാന്റെ കഥകൾ നിരന്തരമായിട്ട് കേൾക്കാനുള്ള അസുലഭമായിട്ടുള്ള ഭാഗ്യം. ഇതാണ് പറഞ്ഞത്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാന്റെ കഥകൾ പറയാനും കേൾക്കാനും ആസ്വദിക്കാനും
അനുഭവിക്കാനും സാധിക്കുള്ളൂ. ഇങ്ങനെ ബഹുശ പ്രാർത്ഥിതോ മൃദു. പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒന്ന് പോയി കണ്ടൂടെ ഭഗവാനെ, ഒന്ന് പോയി കണ്ടൂടെ ഭഗവാനെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ അദ്ദേഹം തരും, ഭഗവാൻ സർവജ്ഞനാണ്, അങ്ങ് ഒന്നും ചോദിക്കില്ല എന്ന് എനിക്കറിയാം, ഒന്നും ചോദിക്കണ്ട, അപേക്ഷയുള്ളൊരു ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ. ഭഗവാൻ എല്ലാം കൊടുക്കുന്ന ആളാ. അങ്ങൊന്ന് ചോദിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം വേണ്ടതെല്ലാം നമുക്ക് തരും, സർവജ്ഞനാണ്, ഒന്ന് പോയി കണ്ടൂടെ, ഒന്ന് പോയി കണ്ടൂടെ എന്ന് വളരെ മൃദുവായിട്ട് ബഹുശ പ്രാർത്ഥിതോ മൃദു. പല പ്രാവശ്യം ചോദിച്ചു, ഒന്ന് പോയി കണ്ടൂടെ, ഒന്ന് പോയി കണ്ടൂടെ. എന്തുകൊണ്ടാണ്? ഭഗവാനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഈ ശരീരം നിലനിൽക്കണമെങ്കിൽ ആഹാരം വേണം. അതുകൊണ്ട് ഒന്ന് പോയി കണ്ടൂടെ. സുദാമാവിന് തോന്നി, കുചേലന് തോന്നി, പോവാം. അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം. ഒരു മനുഷ്യൻ്റെ പരമമായ ലാഭം എന്ന് പറയുന്നത് എന്താ? ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പനെ കാണുക. ആ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളതല്ലേ ഒരു മനുഷ്യൻ്റെ ദൃഷ്ടിസതാം ദർശനസ്തു ഭവത്തനൂനാം. ആ ഭഗവാന്റെ രൂപത്തിനെ കൺകുളിർക്ക കാണാം. നിർനിമേഷമായി നിൽക്ക നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദാമൃതം. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ, ഗുരുവായൂർ ആ അമ്പലത്തിൻ്റെ കഥകളൊക്കെ മുഖ്യ ആചാര്യൻ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയണില്ല. 5 or 6 മണിക്കൂർ നമ്മൾ അവിടെ ചെന്ന് ക്യൂ നിന്നിട്ട് അവിടെ മുമ്പിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും 1 സെക്കൻഡാണ് നമുക്ക് കാണാൻ സമയം കിട്ടുക, അല്ലേ? അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കിടന്നു. 6 മണിക്കൂർ ക്യൂ നിന്നിട്ട് 1 സെക്കൻഡ് ഗുരുവായൂരപ്പനെ കണ്ടു, പുറത്തേക്ക് കിടന്നിട്ട് നമ്മൾ എന്താ പറയുക? ഞാൻ സുഖമായിട്ട് തൊഴുതുകൂട്ടോന്ന്. ആ അതിമനോഹരമായിട്ടുള്ള ആ പുഞ്ചിരി കണ്ടാൽ മതി. ഹാസം ഹരേ അവനതാഖില ലോക തീവ്ര ശോകാശ്രുസാഗര വിശോഷണമത്യുദാരം. കാപിലത്തിൽ ഭഗവാൻ ധ്യാനയോഗം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, ലോകത്തിലുള്ള സകല ജനങ്ങളുടെയും കണ്ണീർ കടലിനെ വറ്റിച്ച് കളയുന്നതായ ഭഗവാന്റെ ആ പുഞ്ചിരി. ആ ഒരു പുഞ്ചിരി കാണാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ നമ്മൾ ബസ് കയറി, ട്രെയിൻ കയറി, അവിടെ ചെന്ന് 6 മണിക്കൂർ ക്യൂ നിന്ന് 1 സെക്കൻഡ്. അയ്യോ, ഈ 1 സെക്കൻഡിന് വേണ്ടിയിട്ടാ ഈ ഒരു ദിവസം ഞാൻ നശിപ്പിച്ചേ? നമുക്ക് ആർക്കും തോന്നാറില്ല. അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഈ കണ്ണിൻ്റെ അക്ഷുണ്ണതാം ഫലമിതം. ഗോപികമാര് പറയണു, കണ്ണിൻ്റെ ഏറ്റവും വലിയ ഫലം എന്താ? ഭഗവാനെ കാണുക. ഭഗവാനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കണ്ണ്? ബരിഹായിതേ നയനേ നരാണ. അയം ഹി പരമോലാഭ ഉത്തമ ശ്ലോക ദർശനം. ഭഗവാനെ കാണുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ പരമമായ ലാഭം. ഇങ്ങനെ തൻ്റെ പത്നി പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ശ്രീരാമാവിന് തോന്നി ഭഗവാന് തന്നെ കാണണം എന്ന് ഉറപ്പായി. തന്നെ കാണണം ഭഗവാന്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാ? ഭക്തനാണ്. ഭക്തൻ തന്നോട് പാദരേണുവിലുരുണ്ടിടാൻ കൊതിക്കുന്നു ഞാൻ എന്നാ ഭക്തൻ പറഞ്ഞു, എന്നാണ് ഭഗവാൻ പറയണത്. അനുവ്രജാമ്യഹം നിത്യം പൂയേയത്യഘ്രിരേണുഭി. ഏകാദശ സ്കന്ധത്തിൽ ഭക്തിയോഗം പറയുമ്പോൾ ഭഗവാൻ പറയും, നമുക്ക് കേൾക്കാം. ഭക്തൻ തന്നോട് പാദരേണുവിലുരുണ്ടിടാൻ കൊതിക്കുന്നു ഞാൻ. ആ ഭക്തനെ കാണാനാണ് ഭഗവാൻ ഏറ്റവും വലിയ താല്പര്യം. നസാമേ പ്രിയതമ ആത്മയോനി ന ശങ്കര. ഭഗവാൻ പറയും ഉദ്ധവനോട്, ബ്രഹ്മാവോ മഹാദേവനോ എൻ്റെ ഏട്ടൻ ബലരാമനോ എൻ്റെ ധർമ്മപത്നി ലക്ഷ്മിയോ എന്നെ പോലും എനിക്കിഷ്ടമല്ല എൻ്റെ ഭക്തനോളം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഭക്തനെ കാണാനാണ്. ആ ഭക്തനെ കാണാൻ കൊതിച്ചിരിക്കുന്ന ജഗൽപിതാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഇച്ഛയാവണം. ഭക്തവത്സലനായ ഭക്തദാസനായ ആ ഭഗവാൻ തന്നെ കാണണം എന്ന് കൊതിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് തൻ്റെ ധർമ്മപത്നിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് വരൂ സുദാമാവേ, വരൂ സുദാമാവേ എന്ന് പറയിപ്പിക്കാവണം.
അതുകൊണ്ട് അയം ഹി പരമോ ലാഭ, ഉത്തമ ശ്ലോക ദർശനം, പോവാം എന്ന് തീരുമാനിച്ചു. ഭഗവാനെ കാണാൻ പോവുക. ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ ഭഗവാനെ കണ്ടിട്ടില്ല. അപ്പൊ ഭഗവാനെ കാണാൻ ഭഗവാൻ തന്നെ വഴിയൊരുക്കിയതാണ്. പോവുക തന്നെ. അസ്തി അഭി ഉപായനം കിഞ്ചിൽ. ചോദിച്ചു, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ഭഗവാന്? എന്തെങ്കിലും ഉണ്ടോന്നാ ചോദിച്ചത്. ഒന്നും ഉണ്ടാവില്ല എന്നറിയാം. കീറപ്പായയും ചാണം മെഴുകിയ ഭൂമിയുമാണുള്ളത്. അല്ലാണ്ട് എന്താ അവിടെ ഉള്ളത്? കൊടിയ ദാരിദ്ര്യം. ആ അവസ്ഥയിൽ എന്തെങ്കിലും ഭഗവാന് കൊടുക്കാനുണ്ടോ? വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ വെറും കൈയോടുകൂടി പോവരുത് എന്ന് പറയും. ദ്വാരകാപതിയായിരിക്കുന്ന ശ്രീയപ്പതിയായിരിക്കുന്ന ഭഗവാനെ കാണാനായിട്ടാണ് പോണത്. എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചത്. ഒന്നും ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചത്. പക്ഷേ ഭഗവാന്റെ ഇച്ഛ എന്നല്ലേ പറയുള്ളൂ. അന്ന് യാചിച്ച് കിട്ടിയ 4 പിടി അവിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ കല്ല്, മണ്ണ്, ഉമി, പതിര് തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. ആ 4 പിടി അവില്, മണ്ണും കല്ലും ഉമിയും പതിരും കറന്ന ആ അവില് മുഷിഞ്ഞ് നാറി കീറിയതായിട്ടുള്ള ഒരു ചൈലഖണ്ഡത്തിൽ തുണിക്കഷ്ണങ്ങൾ പൊതിഞ്ഞ് തൻ്റെ പതിയുടെ കൈ കൊടുത്തു. ആ കൊടുക്കുന്ന സമയത്ത് ആ സാധ്വി പ്രാർത്ഥിച്ചു അത്രേ. ആചാര്യന്മാർ പറയണു, എൻ്റെ ഗുരുവായൂരപ്പ, ഇത് മാത്രമേ അടിയങ്ങൾക്ക് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ള ഒരു ഉപഹാരമുള്ളൂ. ഉപഹാരം എന്ന് പറയാൻ പറ്റില്ല, ഒരു കാണിക്ക. മുഷിഞ്ഞ് നാറി കീറിയതായിട്ടുള്ള ഈ ചൈലഖണ്ഡത്തിലുള്ള മണ്ണും കല്ലും നിറഞ്ഞ അവില് എന്ന് പറയണത് എല്ലാവർക്കും അറപ്പ് തോന്നുന്നതാ. പക്ഷെ ഇത് മാത്രമേ അവിടത്തേക്ക് തരാനുള്ളൂ. ഇത് സ്വീകരിക്കണേ. എൻ്റെ ഭർത്താവ് ഇത് തരാൻ മടിച്ചു എന്ന് വരും. ദാരിദ്ര്യം കൊണ്ട്, അപകർഷതാബോധം കൊണ്ട്, ജാള്യത കൊണ്ട്, നാണം കൊണ്ട് എൻ്റെ ഭർത്താവ് ഈ അവിൽക്കിഴി അവിടത്തേക്ക് തരാൻ മടിച്ചു എന്ന് വരും. തട്ടിപ്പറിച്ചിട്ടാണെങ്കിലും ഇത് സ്വീകരിക്കണേ ഭഗവാനെ. കാരണം കൊടിയ ദാരിദ്ര്യത്തിൻ്റെ ജാള്യത കൊണ്ടും അപകർഷതാബോധം കൊണ്ടും എൻ്റെ പതി ചിലപ്പോൾ അത് തരാൻ മടിച്ചിട്ടുണ്ടാവും. തട്ടിപ്പറിച്ച് സ്വീകരിക്കണേ എന്ന നിറഞ്ഞ കണ്ണുനീരോട് കൂടിയിട്ടാണ് കൊടുത്തത്. ആചാര്യന്മാർ അനുസ്മരിക്കാറുണ്ട്, അതിൽ 3-4 തുള്ളി കണ്ണുനീരിൻ്റെ ഉപ്പുരസം വീണിട്ടുണ്ടോ എന്നൊരു സംശയം. വീണിട്ടുണ്ടാവണം. കാരണം അത് കഴിച്ചത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനെ അറിയുള്ളൂ അതിന് ടേസ്റ്റ്. ആചാര്യന്മാർ അസന്നിഗ്ധമായിട്ട് പറയണു, കണ്ണുനീരിൻ്റെ ഉപ്പരസം ഉണ്ടാവണം. കാരണം അത്ര കണ്ണുനീരോട് കൂടിയിട്ടാണ് ആ സാധ്വി അത് കൊടുത്തത്. രാമപുരത്തുകാർ പാടിയ പോലെ, മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭഗവാനെ കാണാനായിട്ട് പോണു സുദാമാവ്. പൊളിഞ്ഞ കുടയും വടിയുമായിട്ട്, മുഷിഞ്ഞ് നാറി കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ട്, മലീമസമായ ശരീരത്തിൽ വിയർത്തൊലിച്ചിട്ട് പൂണുനൂല് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഭഗവാനെ കാണാൻ ഭാഗ്യമുണ്ടാവുമോ? അക്രൂരൻ ഭഗവാനെ കാണാനായിട്ട് പോയ കാര്യം നമ്മൾ ചിന്തിച്ചതാണ് ദശമസ്കന്ധത്തിൽ പൂർവാർത്ഥത്തിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പായി, കണ്ണനെ കാൺമതിനായല്ലോ പോകുന്നു പുണ്യവാൻ എന്നതു നിർണയം ഞാൻ. ഒരു കാര്യം ഉറപ്പാ, ഭഗവാനെ കാണാനല്ലേ പോണത്. കംസനെ നമസ്കരിക്കുന്നുണ്ട് അക്രൂരൻ. കംസൻ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരേ ഒരു സൽക്കർമ്മേ ചെയ്തുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലൂ എന്ന്. ഇതുപോലെ സുദാമാവിന് ഇത്രയും വലിയ സന്തോഷം വേറെയില്ല, ഭഗവാനെ കാണാൻ പോണു. കാമിച്ചു നിന്നിട്ടു കേഴുന്ന വേഴാമ്പൽ കാർമൂകിൽ മാലയെ കാണും പോലെ. മഴക്കാറ് വരുമ്പോൾ വെള്ളം കുടിക്കാമല്ലോ എന്ന മോഹത്തോടു കൂടി വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെയാണ് അക്രൂരനും സുദാമാവും ഒക്കെ ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് ചെല്ലാൻ കൊതിക്കണത്. സുദാമാവ് ചിന്തിക്കണു, ഇപ്പൊ എന്നെ കണ്ടാൽ ഭഗവാൻ തിരിച്ചറിയൂ? 7ാം മാളിക മുകളിലെ രാജാധിരാജനായിട്ട് ശ്രീയപ്പദർ യജ്ഞപദർ ധരാപതിയായിട്ടിരിക്കുന്ന ഐശ്വര്യാദി ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ എന്നെ കണ്ടാൽ തിരിച്ചറിയോ? ആ ദ്വാരകയിലേക്കുള്ള വഴി അറിയോ? ചെന്നാൽ തന്നെ ആ ദ്വാരകയിലെ സകല സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുമായിട്ടിരിക്കുന്ന അവിടെ കൊട്ടാര കാവൽക്കാർ കടത്തി വിടുവോ തന്നെ?
കണ്ടാൽ തന്നെ ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കുമോ? തിരിച്ചറിഞ്ഞാൽ തന്നെ എൻ്റെ ഇംഗിതം എന്താണെന്നറിയോ? ഏറ്റവും അവസാനം സുദാമാവ് ആശ്വസിച്ചു, ഭഗവാൻ സർവജ്ഞനാണ്, ഭഗവാനോടൊന്നും പറയേണ്ട കാര്യമില്ല. ഭഗവാൻ എല്ലാം അറിയാം. സുദാമാവ് ഒരു സാധനം ചോദിച്ചില്ല ഭഗവാനോട്, ചോദിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാ പോയത്. അങ്ങനെ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ചിദ്രൂപത്തിങ്കലൂറച്ചു ചെഞ്ചമ്മേ ചെല്ലും എന്നൊക്കെ രാമപുരത്തുമായിട്ട് പറഞ്ഞു. ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷീണിച്ച് അവശനായിട്ട് എല്ലും തോലുമായ ശരീരത്തോടെ മലീമസമായിട്ടുള്ള ദേഹത്തോടെ ദ്വാരകാപുരിയിലേക്ക് പോണു. ദ്വാരകാപുരി എവിടെയാണ്? അങ്ങോട്ടുള്ള വഴി എത്തുവോ? കടത്തി വിടുവോ? ഭഗവാനെ കാണാൻ സാധിക്കുമോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, എനിക്ക് പുണ്യമുണ്ട് എന്നുള്ളത് തീർച്ചയായി. ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. കാരണം ഭഗവാനെ തേടിയാണല്ലോ പോണത്. ഇവിടെ ദ്വാരകയിലാണെങ്കിലോ ആചാര്യന്മാർ അനുസ്മരിക്കുകയാണ്, രുക്മിണിയുമായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ ഭഗവാൻ. ഭാഗവതത്തിൽ ഇല്ലെങ്കിലും ഓരോരോ സജ്ജനങ്ങളായിരിക്കുന്ന ആചാര്യന്മാരുടെ മനോധർമ്മങ്ങളെയാ പറയണത്. ഭഗവാൻ രുക്മിണിയുമായിട്ട് ചൂത് കളിച്ചുകൊണ്ടിരിക്കണു. അന്നത്തെ കളി മുഴുവൻ ഭഗവാൻ തോറ്റു അത്രേ. ഭഗവാനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഈ പ്രകരണത്തിന്റെ ഏറ്റവും അവസാനം ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താ ശ്രദ്ധിച്ചോ? ആചാര്യൻ വായിച്ചപ്പോ അജിതം പരാജിതം. അജിതനായിരിക്കുന്ന ഭഗവാനെ പരാജയപ്പെടുത്തിയത് ഒരാളേ ഉള്ളൂ. ആരാ? ഭക്തൻ മാത്രമേ ഉള്ളൂ. ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ പരാജയപ്പെടാൻ സാധിക്കുള്ളൂ. യശോദമ്മ പഠിച്ച പണി 18 നോക്കിയതല്ലേ ഒരലുമെന്ന് കെട്ടാനായിട്ട്. ഏറ്റവും അവസാനം എന്ത് പറ്റി? ആയാസമമ്മയ്ക്കരുതെന്ന ബുദ്ധ്യ കൃപയാസീൽ സ്വബന്ധനേ എന്നാ പറഞ്ഞത്. ഭാഗവത്തിലെ വാക്കെങ്ങനെയാ? ഭഗവാന് ദയ തോന്നിയപ്പോഴാ കെട്ടാൻ പറ്റിയുള്ളൂ എന്ന്. ഇപ്പൊ ഭഗവാനെ തോൽപ്പിക്കാൻ ഭക്തന് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ അന്നത്തെ ദിവസം മുഴുവൻ ഭഗവാൻ ആ കളി മുഴുവൻ തോറ്റു. എന്താ കാരണം? ഭഗവാന്റെ ശ്രദ്ധ, മനസ്സ് അവിടെയല്ല. സപ്താഹവേദികളിലും സത്രവേദികളിലും ചില ആൾക്കാർ ഇരിക്കുന്നത് പോലെ വലത്തെ ചെവിക്കട കേട്ട് ഇടത്തെ ചെവിക്കട ഒരു ബ്ലോക്കും കൂടാണ്ട് പുറത്തേക്ക് പോരും. എന്താ പറഞ്ഞേ? കുറെ ഒച്ച കേട്ടു. എന്താണ് പറഞ്ഞേ? ആവോ. പലരും അങ്ങനെയാ. കാരണം നമുക്ക് 3 അവസ്ഥകളാണെന്നാണ് ഈ ഏകാദശസ്കന്ധത്തിൽ പറയുക. 10 മണി വരെ ഒന്നാമത്തെ അവസ്ഥ എന്താ? ജാഗ്രത. അത് കഴിഞ്ഞാലോ ഈ സമയമാകുമ്പോഴേക്കും സ്വപ്നം. 12:30 ഈ വിദ്വാൻ എപ്പോഴാണ് നിർത്തുക? അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തും. എന്താണ്? ഈ പല ഇന്ദ്രിയ പലരെയും കണ്ടിങ്ങനെ അടഞ്ഞു തുടങ്ങും. ചെവിയിൽ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് ശബ്ദം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. അപ്പൊ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴാ എന്താ ഒരു ശബ്ദം കേൾക്കണേ? അപ്പോഴാണ് ചിലർ ഉണരുക. ചിലരേട്ടോ, എല്ലാവരും അങ്ങനെ. നിങ്ങളുടെ മുടക്കൊഴിയുള്ള ആൾക്കാരെ അല്ല പറഞ്ഞത്, അനേക സപ്താഹ വേദികളെ പരിചയം വെച്ച് പറഞ്ഞതാ. ഇവിടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടത് നന്നായിട്ട് അറിയാം. അപ്പൊ രണ്ടാമത്തേത് സ്വപ്നം. ഇനി മൂന്നാമത്തെ ഒരു സീനുണ്ട്. ഉച്ചയ്ക്ക് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്ക് ശേഷം സപ്താഹവേദിയിൽ വന്നിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് പേടിയാവും, തീവണ്ടിയുടെ ചൂളം വിളി പോലെ. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്, നമ്മുടെ ബുദ്ധിയുടെ തലം. ഏതാ? സുഷുപ്തി. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എല്ലാം മയങ്ങി ഇരിക്കുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിൽ എത്തുന്നത് പോലെയാണ് ഭഗവാൻ. ഭഗവാന്റെ മനസ്സ് ഇവിടെയല്ല. കരുക്കൾ നീക്കുന്നുണ്ട്. രുക്മിണി നീക്കുന്ന അനുസരിച്ച് ഭഗവാൻ കരുക്കൾ നീക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ എല്ലാ കളിയും തോറ്റു. എന്താ കാരണം? ഭഗവാന്റെ മനസ്സ് അവിടെയല്ല. ഭക്തൻ തന്നുട പാദരേണുവിലുരുണ്ടിടാൻ കൊതിക്കുന്നു ഞാൻ. എന്താ എൻ്റെ സുധാമാവ് വരാത്തെ? എന്താ എൻ്റെ സുധാമാവ് വരാത്തെ? എന്താ എൻ്റെ സുധാമാവ് വരാത്തെ? രുക്മിണിക്ക് മനസ്സിലായി ഭഗവാന്റെ ശ്രദ്ധ ഇവിടെയല്ല. ആ ചതുരംഗ പലകയും കരുക്കളൊക്കെ മാറ്റി വെച്ചു. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. രുക്മിണി പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. സപ്രപഞ്ചക്കട്ടിലെ രുക്മിണി കഥകൾ പറയാ. യശോദമ്മ ഒരലമ്മ കെട്ടിയിട്ടതും വെണ്ണ മോഷ്ടിച്ചതും തൈർക്കല തല്ലി ഓടിച്ചതും രാസക്രീഡ എല്ലാം പറഞ്ഞു കേൾപ്പിക്കേണ്ട ഭഗവാന്റെ ബാലലീലകൾ. ഭഗവാൻ മൂളുണ്ട്. രുക്മിണി ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ, ഭഗവാനെ അങ്ങ് വല്ലതും കേൾക്കുന്നുണ്ടോ? ഉവ്വ്. രുക്മിണി ചോദിച്ചു, എന്താ ഞാനിപ്പോൾ പറഞ്ഞേ?
അപ്പോഴാണ് നമ്മുടെ പോലെ ഭഗവാൻ തല ചൊറിഞ്ഞത്. എന്താ? ഭഗവാന്റെ ഉള്ളിലേക്ക് ഒന്നും കയറണില്ല. കാരണം അഹം ഭക്തപരാധീന അസ്വതന്ത്ര ഇവ ദ്വിജ. അംബരീഷ ചരിതത്തിൽ പറഞ്ഞതുപോലെ ഭക്തന്റെ പാദരേണുക്കളിലാണ് ഭഗവാന്റെ ശ്രദ്ധ മുഴുവൻ. എന്താ തൻ്റെ സതീർത്ഥ്യൻ വരാത്തെ, എന്താ തൻ്റെ സതീർത്ഥ്യൻ വരാത്തെ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഭഗവാൻ എത്തി നോക്കുന്നുണ്ട്. രുക്മിണി ചോദിച്ചു, അങ്ങ് എന്താ ഈ നോക്കണേ, അങ്ങയുടെ ശ്രദ്ധ എവിടെയാ? ഒന്നുമില്ല. അപ്പോഴാണ് താഴെത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. ഗോപുരവാതിൽക്കൽ ക്ഷീണിച്ചവശനായിട്ട് നിൽക്കുന്ന തൻ്റെ സതീർത്ഥ്യനായ ശ്രീരാമാവിനെ അവിടെ കണ്ടു. ആ ഗോപുരവാതിലുകൾ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മലക്കങ്ങോട്ട് തുറന്നു. ഇതിലെഴുന്നള്ളാം, ഇതിലെഴുന്നള്ളാം, ഇതിലെഴുന്നള്ളാമെന്ന് പട്ടാളക്കാര് സ്വാഗതമോതുക. സുദാമാവ് അത്ഭുത സ്തബ്ധനായിട്ട് നിന്നു. ആദ്യമായിട്ട് കാണുന്ന തന്നെ മുഷിഞ്ഞു നാറി കീറിയ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ഭിക്ഷുവിനെ പോലെ ഇരിക്കുന്ന തന്നെ സ്വാഗതമോതുന്നു. ആ ഭഗവാന്റെ ആ കുശസ്ഥലി എന്ന പട്ടണം കണ്ടപ്പോൾ, ദ്വാരക കണ്ട സമയത്ത് താൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നുവല്ലോ എന്ന ആഹ്ലാദം കൊണ്ട് ആനന്ദബാഷ്പം നിറഞ്ഞിട്ട് കണ്ണ് കാണാണ്ടായി. താൻ എവിടെയാ നിൽക്കണത്? കണ്ണിൽ കണ്ണുനീരങ്ങോട്ട് നിറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ 7ാം മാളിക മുകളിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ ഓട്ടം. രുക്മിണി വിചാരിച്ചത് എന്താ ഭഗവാന് സംഭവിച്ചത്? ഭഗവാന്റെ തുളസി ദാമത്തിൻ്റെ ഗന്ധം സുദാമാവിൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഇതാ ഭഗവാൻ അടുത്തെത്തി. മാറത്തെ വീയർപ്പൂ വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു എന്നൊക്കെ രാമൂർത്തി വാര്യർ പറഞ്ഞു. ഓടിച്ചെന്ന ഭഗവാൻ ഗാഠമായിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എന്താ സുദാമാവേ വൈകിയത്? എത്ര കാലമായി ഞാൻ കാത്തിരിക്കണു, എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കണു. സുദാമാവിനാണെങ്കിൽ അറച്ചിട്ട് വയ്യ. മുഷിഞ്ഞ് നാറി കീറി വസ്ത്രം ധരിച്ച് ശരീരമാസകലൻ ചളി പിടിച്ച് പൂണുനൂൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇത്ര വൃത്തികെട്ടതായ ഈ ശരീരത്തിനെ പഞ്ചാംഗരാഗം പൂശിയിരിക്കുന്ന ത്രൈലോക്യ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ ത്രൈലോക്യ സുന്ദരനായ ഭഗവാൻ തന്നെ കെട്ടിപ്പിടിക്കണു. ഇതിനെത്ര എന്ത് ഭാഗ്യ ഞാൻ ചെയ്തത്? ഭഗവാൻ അറയ്ക്കണില്ലേ എന്നെ കെട്ടിപ്പിടിക്കാൻ? ഭഗവാൻ നോക്കിയത് ശരീരത്തിനെയല്ല, സർവഭൂത ഗുഹാവാസ, സകല ചരാചരങ്ങളിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാൻ തൻ്റെ അംശമായിരിക്കുന്ന, തൻ്റെ പ്രതിബിംബമായിരിക്കുന്ന ആ ഭക്തന്റെ മനസ്സിനെയാണ് കണ്ടത്. ശീര്യതേ, ചീഞ്ഞളിഞ്ഞു പോണതാണ് ഈ ശരീരം. അതുകൊണ്ട് ഭഗവാൻ ഒരറപ്പും തോന്നിയില്ല. ഭഗവാൻ ഗാഠമായിട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചു. ആ സുദാമാവിനെ കണ്ടപ്പോൾ കണ്ണീന്ന് കുടുകുടാന്നിങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. ഭഗവാന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ഒരൊറ്റ അവസരത്തിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴാ? തൻ്റെ ഭക്തനെ കാണുമ്പോൾ. ആ ആനന്ദാശ്രുക്കള് തൃതീയ സ്കന്ധത്തിൽ കണ്ടില്ലേ? കർദമൻ എന്ന പ്രജാപതിയുടെ തപസ് കണ്ടപ്പോൾ ഭഗവാന്റെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഉണ്ടായിട്ട് ഒരു സരസ്സുണ്ടായി, ബിന്ദു സരസ്. തൻ്റെ ഭക്ത ശിരോമണിയായ പ്രഹ്ലാദനെ കണ്ട സമയത്ത് കൃപയാ പരിപ്ലുത, ഭഗവാന്റെ കണ്ണിൽ നിന്ന് കുട്ടുകുടാന്നിങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. ദാ സുദാമാവിനെ കണ്ടപ്പോൾ കണ്ണിൽ നിന്ന് കുട്ടുകുടാന്ന് വെള്ളം വന്നു. ഇറുക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്, വരൂ സുദാമാവേ, എത്ര കാലമായി ഞാൻ കാത്തിരിക്കണു, ഇനി ഈ കുടയും വടിയൊക്കെ എന്തിനാ? അതൊക്കെ ഭഗവാൻ മാറ്റിവെച്ചു. ഭഗവാൻ സുദാമാവിൻ്റെ കയ്യങ്ങോട്ട് കയറി പിടിച്ചു. പിന്നെ സുദാമാവ് കണ്ണു തുറന്ന് നോക്കിയപ്പോ ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി, സപ്രപഞ്ചക്കട്ടില്ല താനിരിക്കണത്. ഭഗവാൻ തന്നെ കൈപിടിച്ച് ഓടുകയാണോ ഉണ്ടായത്, തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാണോ ഉണ്ടായത് എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഭഗവാന് ഈ ഭക്തന്മാരെ തോളത്തെടുത്തുകൊണ്ട് നടക്കുന്നത് ഒരു ഹോബിയാണ്. നമ്മൾ ദശമസ്കന്ധത്തിൽ കണ്ടു പ്രലംബാസുരവധം. പ്രലംബാസുരവധത്തിൽ 2 ടീമായിട്ട്, ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ബലഭദ്രൻ, ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ഭഗവാൻ. തോറ്റാള് ജയിച്ചാളെ എടുത്തുകൊണ്ട് ഒരു വടവൃക്ഷം വരെ ഓടണം. ഇതാണ് പന്തയം. ഭഗവാൻ തൻ്റെ ഭക്തനോട് തോറ്റുകൊടുത്തു. എന്തിനാ? തൻ്റെ ഭക്തനെ തോളത്തെടുക്കാൻ. തൻ്റെ ഭക്തനെ ശ്രീരാമാവ് എന്ന ഭക്തനെ തോളത്തെടുത്തുകൊണ്ട് ആ വടവൃക്ഷം വരെ ഓടാൻ വേണ്ടിയിട്ട് ഭഗവാൻ തോറ്റുകൊടുത്തു തൻ്റെ ഭക്തന്റെ മുമ്പിൽ. പ്രലംബാസുരവധത്തിൽ നമുക്ക് കാണാം. അതാണ് ശ്രീരാമാവിന് ഓർമ്മ വന്നത്. അന്ന് എടുത്തുകൊണ്ട് ഓടിയതുപോലെ
അങ്ങനെ ഭഗവാൻ തന്നെ തോളത്തെടുത്ത് ഓടുകയാണോ ഉണ്ടായത്? തൻ്റെ കൈപിടിച്ച് ഓടുകയാണോ ഉണ്ടായത്? ലക്ഷ്മി തൽപ്പത്തിലിരുത്തി. ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയുടെ ആ സപ്രപഞ്ചക്കട്ടിലായിരുത്തിയത്. സുദാമാവിന് ഇരുന്ന് ശീലമുണ്ടോ? ചാടി എണീറ്റു. ഒന്നാമത് ഇതേപോലത്തെ ആ കട്ടിലുമേ ഇരുന്ന് ശീലമില്ല. രണ്ടാമത്തേത്, താൻ ആരുടെ മുമ്പിലായിരിക്കണേ? ത്രൈലോക്യനാഥനായ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കാൻ പാടുണ്ടോ? ചാടി എണീറ്റു. ഇരിക്കൂ സുദാമാവേ. ഇരുത്തി. വീണ്ടും എഴുന്നേറ്റു. തോളത്തെ പിടിച്ച് അമർത്തി ഇരുത്തി. ഇനി ഞാൻ പറയാണ്ട് ഇവിടെ നനങ്ങാൻ പാടില്ല. രുക്മിണി ദേവിയോട് സ്വർണ്ണത്തളിക കൊണ്ടുവരാൻ പറഞ്ഞു. സ്വർണ്ണത്തളികയിൽ തൻ്റെ ഭക്തന്റെ പാദങ്ങൾ എടുത്തു വെച്ചു. രാജസൂയാഗവേദിയിൽ വെച്ച് എപ്രകാരമാണോ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ കാല് കഴുകി പൂജ ചെയ്തത്, അത് കണ്ട് പഠിച്ചു ഭഗവാൻ എങ്ങനെയാണ് ഒരാളെ പൂജിക്കേണ്ടതെന്ന്. പള്ളിപ്പണികളെ കൊണ്ടു കാലു കഴുകിച്ചു വരൻ, ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു എന്നൊക്കെ രാമൂർത്തിവാർ പാടുന്നു. തൻ്റെ ആ ഭക്തന്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥം ഭഗവാൻ ശിരസിൽ ധരിച്ചു. നമ്മൾ ചിന്തിക്കണം, ലോകത്തിൽ 33 കോടി ദേവന്മാരും ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ തളിക്കുക. സാക്ഷാൽ ഗംഗാധരനായ മഹാദേവൻ പോലും ഗംഗയെ ശിരസിൽ ധരിച്ചിരിക്കുന്നത്. ഗംഗ എന്ന് പറയുന്നത് എന്താ? വിഷ്ണുപതി. ഭഗവാൻ വാമനാവതാരത്തില് ത്രിവിക്രമനായിട്ട് അവതരിച്ചപ്പോൾ അണ്ടകടാഹം ഭേദിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദം മുകളിലെത്തിയപ്പോൾ ബ്രഹ്മാവ് കമണ്ടൽ കൊണ്ട് കഴുകിയതാ. അതാണ് ആകാശഗംഗ. ആ തീർത്ഥത്തിനെ മഹാദേവൻ പോലും ശിരസിൽ ധരിക്കണോ? പക്ഷേ ആ ഭഗവാൻ തൻ്റെ ഭക്തന്റെ പാദതീർത്ഥങ്ങളെയാ ശിരസിൽ തളിച്ചത്. അങ്ങനെ തൻ്റെ ഭക്തനെ വേണ്ട വിധം ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് ഭഗവാൻ ഉപാസിച്ചു. പിന്നീട് സംസാരമായി. എന്തൊക്കെയാണ് സുദാമാവെ വിശേഷം? ഈ ഐഹികമായിരിക്കുന്ന സുഖത്തിലൊന്നും അങ്ങയ്ക്ക് താല്പര്യമില്ല എന്ന് അങ്ങയുടെ ഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുകയാണെന്നും മനസ്സിലായി. ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. എത്ര സുഖമായിരുന്നു അല്ലേ? ആ ഗുരുകുലത്തിൽ ഏറ്റവും സുഖകരമായിരിക്കുന്ന കാലം ഏതാ? ബ്രഹ്മചര്യം. ഒന്നും അറിയേണ്ട കാര്യമില്ല. വാനപ്രസ്ഥത്തിനേക്കാളും സന്യാസത്തിനേക്കാളും ഗൃഹസ്ഥാശ്രമത്തിനേക്കാളും ശ്രേഷ്ഠമാണ് ഈശ്വരനെ ഉപാസിക്കാൻ ഏറ്റവും നല്ല അവസരം. വിവാഹം കഴിച്ച് കാമഭോഗങ്ങളെല്ലാം അനുഭവിക്കുന്ന ഗാർഹസ്ഥ്യം, പിന്നെ സർവസംഗപരിത്യാഗിയായിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന സന്യാസം, ഇന്ദ്രിയങ്ങളെ ജയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാനപ്രസ്ഥം, ഈ 3 അവസ്ഥകളേക്കാൾ ഏറ്റവും യോജിച്ചത് ബ്രഹ്മചര്യല്ലേ? ഇന്ന് നമ്മൾ പറയുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചര്യ എന്ന ജീവിതമാണ് ഈശ്വര ഉപാസനയ്ക്ക് ഏറ്റവും യോജിച്ചത്, ഗുരുപാസനയ്ക്ക് ഏറ്റവും യോജിച്ചത്. നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന സാന്ദീപനി മഹർഷിയും പത്നിയും എത്ര സുഖകരമായിരുന്നു നമുക്ക്. ഒന്നും ചിന്തിക്കാതെ ഗുരുവിൻ്റെ ഉപാസനയ്ക്കും ഈശ്വരധ്യാനത്തിനും ഏറ്റവും യോജിച്ചതായ അവസ്ഥ എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. എന്താ കാരണം? അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. കൊച്ചു കുട്ടികളാ. 24 ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോൾ ഒരു ഗുരു എന്ന് പറയുന്നത് കൊച്ചുകുട്ടിയാ. കൊച്ചുകുട്ടിയുടെ പ്രത്യേകത എന്താ? ബ്രഹ്മചര്യത്തിന്റെ പ്രത്യേകത എന്താ? ഇളമാൻ ചിത്തവും വെള്ളക്കടലാസും സമാനമാം തെളിയും രണ്ടിലും തുല്യം എഴുതുന്നവയൊക്കെയും. എന്താണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് കൊച്ചുകുട്ടികളുടെ മനസ്സിൽ വ്യക്തമായിട്ട് തെളിയുക. വെള്ളക്കടലാസ് പോലെയാ. പച്ചമഷിക്ക് എഴുതിയാൽ പച്ചയായിട്ട് കാണാം, നീലമഷിക്ക് എഴുതിയാൽ നീലയായിട്ട് കാണാം. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം. അതുകൊണ്ടാ പ്രഹ്ലാദൻ പറഞ്ഞത് കൗമാര ആചരൽ പ്രാജ്ഞോ ധർമ്മൻ ഭാഗവതാനിഹ. കുട്ടിയിലെ തന്നെ ഭാഗവത ധർമ്മങ്ങൾ നമ്മൾ പഠിക്കണം എന്ന് പ്രഹ്ലാദൻ പറയാനുള്ള കാരണം
ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി എന്ന് പറയുന്ന ആ അവസ്ഥയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന്, ഭഗവത് ഉപാസനയ്ക്ക് ഏറ്റവും നല്ല കാര്യം. ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ എത്രയോ 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 ക്ലേശങ്ങൾ അനുഭവിക്കണം. അതുപോലെ വാനപ്രസ്ഥനാണെങ്കിലോ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ക്ലേശങ്ങൾ. അപ്പം നമ്മൾ ഏറ്റവും സുഹൃതം ചെയ്തത് ആ ബ്രഹ്മചാരി അവസ്ഥയിലാണ്, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുമ്പോഴാണ്. ഓർമ്മയുണ്ടോ സുധാമാവേ? സാന്ദീപനി മഹർഷി ഇല്ലാതിരുന്ന ഒരു ദിവസം ആ സ്നേഹമയായിട്ടുള്ള ബ്രാഹ്മണപത്നി അമ്മ നമ്മളോട് പറഞ്ഞു, നാളത്തേക്ക് വിറകില്ലല്ലോ ഉണ്ണികളെ, വിറകൊടിച്ചു കൊണ്ടുവരാമോ? അതിനെന്താ അമ്മേ, ഞങ്ങൾ തയ്യാറാണ്. അങ്ങ് ആദ്യം ചാടി പുറപ്പെട്ടു, പുറകെ ഞാനും. വിറകൊടിച്ച് നമ്മൾ ആ വനത്തിലേക്ക് പോയിട്ട് വിറകൊടിച്ച് പുറപ്പെടാനായിട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് രാത്രിയായി. അതിഭീകരമായിട്ടുള്ള ചുഴലിക്കാറ്റ്, ഇടി, മിന്നല്, തുള്ളിക്കൊരുകുടം പേമാരി, അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥ. പേടിച്ച് വിറച്ച് നമ്മൾ രണ്ടുപേരും ഒരു വൃക്ഷക്കൊമ്പിൽ കയറിയിരുന്നത് ഓർമ്മയുണ്ടോ? ഭീകരമായിട്ടുള്ള വന്യജീവികളുടെ ശബ്ദം, അതിഭീകരമായിട്ടുള്ള ഇടി, മിന്നല്. ഒരു ഭീകരമായിട്ടുള്ള ഇടി വന്നപ്പോൾ പേടിച്ചരണ്ട അങ്ങ് എന്നെ ഇങ്ങനെയല്ലേ കെട്ടിപ്പിടിച്ചത് സുധാമാവേ എന്ന് പറഞ്ഞ് ഗാഠമായിട്ട് കെട്ടിപ്പിടിക്കുക. ഇറുക്ക കെട്ടിപ്പിടിക്കണു. ഭഗവാന്റെ പഞ്ചാംഗരാഗം പൂശിയ ആ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരിക്കണു സുധാമാവ്. സുധാമാവിന് വീണ്ടും അറപ്പ് തോന്നി തൻ്റെ ശരീരത്തിന്. ഈ വൃത്തികെട്ട ശരീരത്തിനെ ആലിംഗനം ചെയ്യാൻ ഭഗവാന് നാണാവില്ലേ? അറക്കണില്ലേ? പക്ഷെ ഭക്തന്റെ മാഹാത്മ്യം അറിയാവുന്ന ഭഗവാൻ ഇറുക്ക അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഓർമ്മയില്ലേ സുധാമാവേ? അന്ന് നമ്മൾ വിറകെല്ലാം ഒടിച്ച് അങ്ങനെ മരക്കൊമ്പിൽ ഇരുന്നു. പ്രഭാതമായപ്പോൾ, സൂര്യൻ ഉദിച്ചപ്പോൾ, കാലാവസ്ഥ തെളിഞ്ഞപ്പോൾ നമ്മൾ വൃക്ഷക്കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങി വനാന്തർഭാഗത്ത് നിന്ന് പുറത്തേക്ക് കടന്നപ്പോഴാണ് സാന്ദീപനി മഹർഷി നമ്മളെ അന്വേഷിച്ചു വന്നത്. എൻ്റെ ഉണ്ണികളെ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഈ ഭീകരമായിരിക്കുന്ന കൊടുങ്കാട്ടിൽ, ഈ അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനത്തിൽ, ഭീകരമായിട്ടുള്ള മഴയ്ക്കിടയിലും ഈ ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ സ്വന്തം ശരീരത്തിനെ തൃണവൽഗണിച്ചുകൊണ്ട് നിങ്ങൾ ഗുരുനാഥന് വേണ്ടി ഇത്ര വലിയ ത്യാഗം ചെയ്തില്ലേ? നിങ്ങളുടെ ശിരസിൽ ഈ വിറക് കെട്ടുകളല്ല ഇരിക്കേണ്ടത്, എൻ്റെ കൈകളാണ് എന്ന് പറഞ്ഞ് രണ്ട് കൈകളും മാറി മാറി നമ്മുടെ ശിരസിൽ വച്ചത് ഓർമ്മയില്ലേ? ഛന്ദാംസ്യയാതയാമാനി. നിങ്ങൾ പഠിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും എന്നും നിങ്ങളെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ, നിങ്ങൾക്ക് അതിശ്രേഷ്ഠമായ ജ്ഞാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആ വിറകുകളെ തട്ടിമാറ്റി ശിരസിൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചില്ലേ സുധാമാവേ? ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണപ്രശാന്തയേ. ത്രൈലോക്യ ഗുരുവായിരിക്കുന്ന ഭഗവാൻ നമ്മളോട് പറയണു, ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരുവൻ പൂർണ്ണമായ ശ്രേയസ്സിലേക്ക് എത്തുന്നത്. നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം 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 നേട്ടങ്ങൾ ഉണ്ടായാലും ശരി, അതെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഈ മുടക്കുഴ വന്ന് നിങ്ങളാകുന്ന സജ്ജനങ്ങളുടെ മുമ്പിൽ മണ്ണും കല്ലും പതിരും കലർന്ന കഥയാണെങ്കിലും ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും ചില വാക്കുകൾ പറയാൻ പറ്റിയത് ഗുരുനാഥൻ്റെ അനുഗ്രഹം ഒന്ന് മാത്രം എന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഭക്തിയോ ജ്ഞാനമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുക എന്നുള്ളതല്ലേ നാവിൻ്റെ സാഫല്യം. അത് സാധിച്ചത് ഗുരുനാഥൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഏകാക്ഷരം യസ്തു ഗുരുശിഷ്യം പ്രബോധയേൽ പൃഥിവ്യാന്നാസ്തി തദ്രവ്യം യദ്ദത്വാ ചാനൃണീഭവേൽ എന്ന ഒരക്ഷരമെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥന് ഭൂമണ്ഡലത്തിലെ സകലതും ദാനം ചെയ്താലും മതിയാവില്ല എന്നാണ് ആചാര്യന്മാർ പറയുക. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവണത്. ഇതെല്ലാം കേട്ടുകൊണ്ട്
നിശബ്ദനായിട്ട് ഇരുന്നേ ഉള്ളൂ. എന്തെങ്കിലും പറയാൻ പറ്റണ്ടേ സുദാമാവിന്? ഭഗവാൻ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണു. പ്രാരബ്ധ കർമ്മത്തിൻ്റെ തീവ്രതയിൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പടുകുഴിയിൽ വീണതുകൊണ്ട് താൻ പലതും മറന്നുപോയി. പക്ഷെ ഭഗവാൻ ഇതെല്ലാം ഓർത്തിരിക്കണു. സുദാമാവ് ആനന്ദക്കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് നിശബ്ദനായിട്ട് തലകുനിച്ചിരിക്കുമ്പോഴാണ് ഭഗവാന് മനസ്സിലായത് വികാരാധീനനായിരിക്കണു തൻ്റെ സുഹൃത്ത്. തൻ്റെ സുഹൃത്തിനെ ഇനി കരയിപ്പിക്കണ്ട. പെട്ടെന്ന് ഭഗവാൻ വിഷയം മാറ്റി. അല്ല സുദാമാവേ, എനിക്ക് തിന്നാനൊന്നും കൊണ്ടുവന്നില്ലേ? ഞാൻ തീറ്റപ്രിയനാണെന്ന് അങ്ങേക്കും അറിയാം, അങ്ങയുടെ പത്നിക്ക് നന്നായിട്ട് അറിയാം. അങ്ങയുടെ പത്നി എനിക്കൊന്നും കൊടുത്തു വിടാതിരിക്കില്ല. എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഒരു തുള്ളി വെള്ളമായാലും മതി എന്നാ. ഇതിന് തുളസീദലമായാലും ഒരു പുഷ്പമായാലും വെള്ളമായാലും ഒരു പഴമായാലും എനിക്ക് വളരെ സന്തോഷമാണ്, ആനന്ദത്തോടു കൂടിയിട്ട് ഞാനത് സ്വീകരിക്കണു. ഇതിന് 4 ഉദാഹരണങ്ങൾ പറയാറുണ്ട് സാധാരണ ആചാര്യന്മാർ. പത്രം എന്ന് പറയുന്നത് പാഞ്ചാലി ആ ചീരയില, പുഷ്പം എന്ന് പറയുന്നത് ഗജേന്ദ്രൻ, ആ താമരപ്പൂ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. പിന്നെ ശബരിയാണ് രാമായണത്തിൽ കടിച്ച മാമ്പഴം കൊടുത്തത്. പിന്നെ രന്തിദേവൻ വെള്ളം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് 4ഉം ഭഗവാൻ ശ്രീകൃഷ്ണന് കൊടുത്ത 4 മഹാത്മാക്കളുണ്ട്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ആ 4 മഹാത്മാക്കൾ. ആരാ പത്രം കൊടുത്തത്? പാഞ്ചാലി തന്നെ, സംശയമില്ല. ആരാ പുഷ്പം കൊടുത്തത്? മാലാകാരൻ. മധുരയിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാന് മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല കൊടുത്തത്. പിന്നെ ഫലം കൊടുത്തു ആരാ? ആ പഴക്കച്ചവടക്കാരി. പഴം വേണോ പഴം എന്ന് ചോദിച്ച പഴക്കച്ചവടക്കാരി കൊടുത്തു ഭഗവാന്. പിന്നെ വെള്ളം കൊടുത്തത് ആരാ? ആ യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയാഗവേദിയിൽ വെച്ച്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന് ഇത് 4ഉം കൊടുത്തവരുണ്ട്. ഇത് 4ഉം കൊടുത്ത ഒരാളുണ്ട് ഭാഗവത്തില്. അതും നമ്മൾ അറിയണം. ആരാന്നറിയോ? ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ. 86-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകത്തിൽ പറയും, പത്രം, പുഷ്പം, ഫലം, തോയം ഇത് 4ഉം ഭഗവാന് കൊടുത്ത മഹാത്മാവാണ് ശ്രുതദേവൻ എന്ന ബ്രാഹ്മണൻ. എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? തരൂ തരൂ. പലതവണ ഭഗവാൻ ചോദിച്ചിട്ടും കൊടുത്തില്ല. ജാള്യത കൊണ്ട്, അപകർഷതാബോധം കൊണ്ട് ഭഗവാന് മനസ്സിലായി സുദാമാവ് തരലുണ്ടാവില്ല എന്ന്. അങ്ങനെ സ്വയം ജഹാര കിമിതം, ഉത്തരീയത്തിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വച്ചിരുന്നതായ ആ അവിൽക്കിഴി തട്ടിപ്പറിച്ചു. ഭഗവാൻ തുറന്നു നോക്കി, നല്ല അവില്. ഇത്രയും നല്ല സാധനം കൊണ്ടുവന്നിട്ടാണോ സുദാമാവെ മിണ്ടാതിരുന്നത്? മണ്ണും കല്ലും അവിലും, മണ്ണും കല്ലും പതിരും കലർന്നിട്ടുള്ളതായ ആ നെല്ല്, മുഷിഞ്ഞ് നാറി കീറിയതായ ആ ശൈലഖണ്ഡത്തിൽ നിന്ന് ഭഗവാൻ എടുത്ത് ഭുജിച്ചു. ഇത്രയും നല്ല സ്വാദുള്ളതാണത്രേ. നെല്ലായാലും കല്ലായാലും മണ്ണായാലും അതിനെ ശ്രേഷ്ഠമാക്കി തീർക്കാൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണന് മാത്രമേ സാധിക്കുള്ളൂ. രണ്ടാമതൊരു പിടിയെടുത്തപ്പോഴാണ് രുക്മിണി ദേവി കയ്യുമ കയറി പിടിച്ചത്. അതെ, ഇനി കൊടുത്താൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. ഭഗവാനും രുക്മിണിക്കും മാത്രം അറിയാവുന്ന ഒരു കോഡ് ഭാഷയിലാണ് സംസാരിച്ചത്. എന്താ പ്രശ്നമാണെന്ന് പറയാൻ കാരണം 2 അർത്ഥമാണ്. അസ്മിൻ ലോകേധവാ മുഷ്മിൻ, ഇഹലോകത്തേക്കും പരലോകത്തേക്കും വേണ്ട സകല ഐശ്വര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പിടി വാരിയാലോ? ഐശ്വര്യദേവതയായ ഞാൻ സുദാമാവിൻ്റെ വീട്ടിലെ വേലക്കാരിയാവേണ്ടി വരും, എന്നെ വിട്ടുകൊടുക്കല്ലേന്നാ. ഐശ്വര്യദേവതയായ എന്നെ സുദാമാവിന് വിട്ടുകൊടുക്കല്ലേ എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തേതോ? രണ്ടാമത്തെ പിടി വാരി കഴിഞ്ഞാൽ, അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ സുദാമാവിൻ്റെ സകല കർമ്മബന്ധങ്ങൾ അവസാനിച്ച് സദ്യോമുക്തിയ, ശരീരം അവിടെ വീഴും. ജീവാത്മാവായിരിക്കുന്ന സുദാമാവ് പരമാത്മാവായിരിക്കുന്ന അങ്ങേര് ലയിക്കും, മോക്ഷം കിട്ടും. സുദാമാവിൻ്റെ പത്നി കാത്തിരിക്കണു. കുറെ കാലം അവര് രാജകീയ സുഖഭോഗങ്ങളോടെ അനുഭവിച്ചോട്ടെ ഗാർഹസ്ഥ്യം. അദ്ദേഹത്തിന് ഇപ്പം മോക്ഷം കൊടുക്കണ്ട, ഇപ്പോൾ വിദേഹമുക്തി കൊടുക്കണ്ട. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് 2 അർത്ഥങ്ങളുണ്ട് അവിടെ. ഓ എന്നാ മതി,
എല്ലാവർക്കും കൊടുത്തു. അന്ന് രാത്രി കുറേ നേരം സംസാരിച്ചു. എന്നാ സുദാമാവെ നമുക്ക് നാളെ കാണാം. രാത്രി കിടന്നാൽ സുദാമാവിന് ഉറക്കം വരുമോ? ഇതേപോലെ രണ്ട് കാര്യങ്ങളാ. ഒന്ന്, പട്ടുമെത്തയിൽ കിടന്ന് ശീലമില്ല. രണ്ടാമത്തേത്, താൻ എന്തിനാ ഇവിടെ വന്നേ? പത്നിയോ ചോദിച്ചാൽ ഭഗവാനെ കണ്ടോ? ഉവ്. എന്നിട്ടോ? ഞാൻ തിരിച്ചു വരിക. ഭഗവാൻ ഒന്നും ചോദിച്ചില്ല. സുദാമാവേ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചില്ല. ഭഗവാനെ ഇന്നത് വേണം ഞാൻ പറഞ്ഞൂല്ല. പ്രഭാതമായപ്പോൾ കുളി സന്ധ്യാവന്തനാദികൾ കഴിഞ്ഞ് സുദാമാവ് പുറപ്പെട്ടു. ഗോപുരദ്വാരത്തിൽ വരെ ഭഗവാൻ അനുഗമിച്ചു. ഭഗവാൻ ചോദിച്ചു അത്രേ, സുദാമാവേ എന്നെ വിട്ടു പോവാൻ തിരക്കായോ എന്ന്. യെസ് എന്ന് പറയണോ നോ എന്ന് പറയണോ? ഭഗവാനെ വിട്ടു പോവാൻ തിരക്കായെന്ന് ചോദിച്ചാൽ ഭഗവാന് മനസ്സിലായി, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഭാഗവതവും വേണം ഗൃഹവും വേണം. എന്നാ സുദാമാവേ അങ്ങനെ ആയിക്കോട്ടെ. സുദാമാവിനെ പറഞ്ഞയച്ചു ഭഗവാൻ. സുദാമാവ് നടന്ന് തൻ്റെ ഗൃഹം എത്തിയിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് 7 നില മാളിക, അതിഗംഭീരമായ രാജവീഥി, കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച് സ്ഫടികം കൊണ്ടും സ്വർണം കൊണ്ടും വൈഡൂര്യം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും പതിച്ചിരിക്കുന്നതായ 7 നില മാളിക തൻ്റെ ഗൃഹത്തിൻ്റെ സ്ഥാനത്ത് സ്വർണ്ണ വസ്ത്രാഭരണ വിഭൂഷിതയായിട്ട് ഒരു സ്ത്രീ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. ഏതാ ഒരു സ്ത്രീ വന്ന് നമസ്കരിക്കണത്? മുഖത്തെങ്ങനെ സൂക്ഷിച്ചു നോക്കി. ആ സ്ത്രീ ചോദിച്ചു, എന്താ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കണേ? ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി തൻ്റെ പത്നി തന്നെയാ. സുദാമാവ് പറഞ്ഞു, ഇങ്ങനെ ആദ്യമായിട്ടാ കാണണേ, അതുകൊണ്ടാ നോക്കി. എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രി തൊട്ട് ഇങ്ങനെയാണെന്നാ. സുദാമാവിൻ്റെ കണ്ണിൽ നിന്ന് കുട്ടുകുട്ടാന്നിങ്ങനെ വെള്ളം വന്നു. താൻ കൊടുത്തതായ ഒരു പിടി അവില്, വളരെ നിസ്സാരമായിട്ടുള്ള അവില്, ഭഗവാൻ അതിശ്രേഷ്ഠമായിട്ട് കരുതി. എന്നാൽ ഭഗവാന് തോന്നി, ഞാൻ സുദാമാവിന് കുറച്ചേ കൊടുത്തുള്ളൂ. എന്ത് കുറച്ച്? ഇഹലോകത്തിലും പരലോകത്തിലേക്കും വേണ്ട സൗഖ്യങ്ങൾ മുഴുവൻ, ഭുക്തി സകലതും കൊടുത്തു. പക്ഷേ ഇങ്ങനെ സകല ഐശ്വര്യങ്ങൾ കൊടുത്ത നേരത്തും ആ സുദാമാവ് പ്രാർത്ഥിച്ചു ഭഗവാനോട്, എന്നെ പ്രലോഭിപ്പിക്കരുത്, സമ്പത്ത് ഐശ്വര്യം ഇതെല്ലാം തന്ന് എന്നെ അധപ്പതിപ്പിക്കരുത്, ഭഗവത് ഭക്തിയിൽ നിന്ന് എന്നെ അധപ്പതിപ്പിക്കരുത്. ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സുദാമാവ് തീരുമാനിച്ചു, അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചേർന്ന മാം സ്മരേൽ ഇത് കാരുണികോ നൂനം ധനം മേ ഭൂരിമേ ദദാൽ. ഭഗവാൻ എനിക്കൊന്നും തരാതിരുന്നത് ദരിദ്രനായ ഒരുത്തന് സമ്പത്ത് കിട്ടിയാൽ ഈശ്വരനെ മറക്കില്ലേ? ഈ കാരുണ്യം കൊണ്ടാണ് എനിക്കൊന്നും ഭഗവാൻ തരാതിരുന്നത്. ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യാണ് എന്നാ ഞാൻ വിചാരിച്ചത്. ഞാനൊന്നും ചോദിക്കാതെ ഭഗവാൻ എല്ലാം തന്നിരിക്കണു. ഭഗവാൻ കാണിച്ചു തന്ന മാതൃക ഭാഗവതം പറയണു. ഭഗവാനോട് നമ്മളൊന്നും ചോദിക്കണ്ട. അപേക്ഷ കൂടാതെ ജനത്തിനെല്ലാം ഉപേക്ഷ കൂടാതെ കൊടുക്കും ഈശൻ. അതുകൊണ്ട് ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, പലചരക്ക് കടയിൽ ചെല്ലണേക്കാൾ വലിയ ലിസ്റ്റായിട്ടൊന്നും നമ്മൾ പോവണ്ട. നമ്മുടേതായിട്ടുള്ള ആ ഇംഗിതങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങളെല്ലാം അറിയുന്ന സർവജ്ഞനാണ് ഭഗവാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭഗവാനോട് ഒന്നും ചോദിക്കരുത് എന്ന് സുദാമാവിൻ്റെ പ്രകരണം നമ്മളെ പഠിപ്പിക്കണു. ഒന്നും ചോദിക്കണ്ട. നമുക്ക് എന്താണോ അർഹതയുള്ളത് അത് ഭഗവാൻ തന്നോളും. ഇങ്ങനെ ആ സുദാമാവ് ഭഗവാൻ നൽകിയതായ ആ ഐശ്വര്യത്തിൽ മത്തനാവാതെ ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് മോക്ഷം പ്രാപിച്ചു പരീക്ഷത്തെ. ആ മോക്ഷം പ്രാപിക്കുന്നതിന് മുൻപ് ആ സുദാമാവ് പ്രാർത്ഥിച്ച ഒരു ശ്ലോകമുണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശ്ലോകം പ്രാർത്ഥിച്ചാൽ മതി. 10ാമത്തെ സ്കന്ധത്തിൽ 81ാമത്തെ അധ്യായത്തിൽ 36ാമത്തെ ശ്ലോകം. തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീദാസ്യം പുനഃജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജത തൽ പുരുഷ പ്രസംഗ. ഇത് മാത്രം ഈ ഒരൊറ്റ ശ്ലോകം ചൊല്ലിയാൽ മതി. ഭഗവാന്റെ മുമ്പിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഭഗവാനോട് സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യം ഉണ്ടാവണേ എന്ന്. നമ്മളെല്ലാവരും ഇവിടെ അവിൽക്കിഴി സമർപ്പിച്ചു. എന്താ അവിൽക്കിഴി? മുഷിഞ്ഞ് നാറി കീറിയതായ അവിൽക്കിഴി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്.
അതിൽ 9 കീറലുകളുണ്ട്, നമ്മുടെ നവദ്വാരങ്ങൾ. അതിൽ 4 പിടി അവില് ഏതാ? സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യം. ഈ ശരീരമാകുന്ന മുഷിഞ്ഞ് നാറി കീറിയതായ അവിൽക്കിഴിയിൽ സൗഹൃദ, സഖ്യ, മൈത്രി, ദാസ്യം ഉണ്ണിക്കണ്ണന് സമർപ്പിക്കണം. ഇതാണ് ശ്രീരാമചരിതത്തിൻ്റെ താല്പര്യം. നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചാൽ നമ്മുടെ ഈ ശരീരം മുഷിഞ്ഞതാണ്, ചീഞ്ഞളിഞ്ഞ് പോണതാണ്. അതാണ് അവിൽക്കിഴി. മുഷിഞ്ഞ് നാറി കീറിയതായ ചീഞ്ഞളിഞ്ഞു പോകുന്ന ഈ ശരീരം കൊണ്ട് സൗഹൃദ, സഖ്യ, മൈത്രി, ദാസ്യം ഭഗവാന് സമർപ്പിക്കാറാകണം. അങ്ങനെ ഈ മനുഷ്യ ശരീരം കൊണ്ട് സൗഹൃദ, സഖ്യ, മൈത്രി, ദാസ്യം ഭഗവാന് സമർപ്പിക്കാൻ നമ്മളാകുന്ന കുചേലന്മാർക്ക് കഴിയട്ടെ. അതിന് ഭഗവാൻ സദാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണ്ണും കല്ലും നെല്ലും പതിരും നിറഞ്ഞ എൻ്റെ വാക്കുകളാകുന്ന അവില് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അവിൽക്കിഴി ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കണു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതിസ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.